ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാനും പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ സവാള ഇതുപോലെ നീളം കുറച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതേ സമയം തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ ഏകദേശം ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില എന്ന് പറയുമ്പം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. വേണമെങ്കിൽ ഈ കറിവേപ്പിലയും ചേർക്കാവുന്നതാണ്. അപ്പോൾ മല്ലിയില സ്കിപ്പ് ചെയ്യരുത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തതാണ്. ഇനി വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ചിക്കനോ ബീഫോ എഗ്ഗോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റിലുള്ള വ്യത്യാസവും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്യുമ്പോഴും നല്ല അടിപൊളിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. അത് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ ഞാനിവിടെ 1 കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദക്ക് 1 കോഴിമുട്ട എന്ന ലെവലിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ വെള്ളം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വെള്ളമാണ്. ഞാൻ കുറച്ചധികം വെള്ളത്തിലാണ് അത് വേവിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു വെള്ളവും കൂടി നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങനെ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ആവുമ്പം ഉരുളക്കിഴങ്ങിൻ്റെ കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒരു അടി അടിച്ചാൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വിസ്കൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നല്ല ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ദോശയായിട്ട് ചുട്ടെടുക്കാം. മഞ്ഞൾപ്പൊടിയും അതുപോലെ എഗ്ഗൊക്കെ ചേർത്തുകൊണ്ട് നല്ല യെല്ലോ കളറിൽ തന്നെ ദോശ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരുപാട് സമയം ഇങ്ങനെ വെച്ചിരിക്കേണ്ട. അത് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഷേപ്പാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ദോശയുടെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് ഷേപ്പിലായിട്ട് വന്നോളൂ. കാരണം ദോശക്ക് അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ആക്കി കിട്ടാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ള ദോശയും തയ്യാറാക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഓരോ ദോശ തയ്യാറാക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി ബാക്കിയെല്ലാം കൂടി ആക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കിയ ദോശമാവിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇത് കുറച്ച് കരുതുക. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ റസ്ക് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി ആദ്യം നമ്മൾ ഈ ദോശേൻ്റെ മാവിലേക്കൊന്ന് ഇത് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ റസ്ക് പൊടിച്ചതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. 2 സൈഡ് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. ഒരു കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ മറ്റ് രണ്ടാമത്തെ സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ ബാക്കിയെല്ലാം കൂടി ചെയ്തിട്ട് പെട്ടെന്ന് വരാം. ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കേണ്ടി വരില്ല. നമ്മളൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ദോശ ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ മല്ലിയിലൊക്കെ കൂടുതലായി ചേർക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.